ലൈംഗിക ചൂഷണത്തിന് വളരെ ചെറുപ്പത്തിൽ വിധേയപ്പെട്ടിട്ടുള്ള കുട്ടികളുണ്ടാകാനിടയുള്ള മാനസിക പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഞാൻ ഡോക്ടർ ടൈറ്റസ് പി വർഗീസ്, സെക്സോളജിസ്റ്റും സൈക്കോളജിസ്റ്റുമാണ്. ഈ കാലം എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരുപാട് പോക്സോ കേസുകളുടെ കാലമാണ്. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആൾക്കാരിൽ നിന്ന് പോലും കുട്ടികൾക്ക് ലൈംഗിക പീഡനങ്ങൾ സംഭവിക്കുന്നുണ്ട്. പലപ്പോഴും അത് മാതാപിതാക്കളുടെ അശ്രദ്ധ മാത്രമല്ല, നമ്മളൊട്ടും പ്രതീക്ഷിക്കുന്നില്ല ആ വ്യക്തിയിൽ നിന്ന് ഇങ്ങനെയൊക്കെയുള്ള രീതികൾ ഉണ്ടാവുമെന്നുള്ളത്. അപ്പോൾ നമ്മുടെ കുട്ടികളെ നമ്മൾ സൂക്ഷിക്കേണ്ട വളരെ ആവശ്യമാണ്. നമ്മുടെ കുട്ടികൾക്ക് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരിൽ വരാനിടയുള്ള ചില പെരുമാറ്റ പ്രശ്നങ്ങൾ, മാനസിക പ്രശ്നങ്ങളാണ് നമ്മളിന്ന് ഇവിടെ ചർച്ച ചെയ്യുന്നത്. പ്രാഥമികമായിട്ട് അവർ ആദ്യ ഘട്ടങ്ങളിൽ വല്ലാതെ അങ്ങ് മൗനത്തിലേക്ക് പോവുകയാണ് ചെയ്യുക പലപ്പോഴും. കാരണം വളരെ അവിചാരിതമായി ഉണ്ടായിട്ടുള്ള, പ്രത്യേകിച്ചും രക്തബന്ധുക്കളിൽ നിന്നൊക്കെ ഉണ്ടായിട്ടുള്ള ലൈംഗിക പീഡനങ്ങൾ ഈ കൊച്ചുകുട്ടികളെന്ന് പറയുമ്പോൾ നമ്മൾ സംസാരിച്ച പോലെ തന്നെ ഒരു 14-15 വയസ്സോടെയാണ് ഒരു കുട്ടിയുടെ ഉപബോധ മനസ്സിൻ്റെ വളർച്ചയുടെ പൂർത്തീകരണം നടക്കുന്നത്. അപ്പം ആ ഒരു സമയത്തിന് മുമ്പുണ്ടാകുന്ന ലൈംഗിക സ്പർശനങ്ങൾ, ലൈംഗിക ഉത്തേജനങ്ങൾ എല്ലാം തന്നെ നെഗറ്റീവായിട്ടാണ് ആ കുട്ടിയിൽ പതിയുക. അപ്പം ഒരു സെക്സ് എന്ന് പറയുന്ന കാര്യത്തെ പോസിറ്റീവായിട്ട് ഒരു വ്യക്തിക്ക് ഉൾക്കൊള്ളാൻ കഴിയുക അവൻ്റെ 14-15 വയസ്സിന് ശേഷമാണ്. അപ്പം അതിനു മുമ്പുണ്ടാകുന്ന ലൈംഗിക സ്പർശനങ്ങൾ, ഉത്തേജനങ്ങൾ അവനെ ആദ്യഘട്ടങ്ങളിൽ ചിലപ്പോൾ മൗനത്തിലേക്ക് നയിച്ചേക്കാം. പിന്നീട് ഒരുപക്ഷെ സംഭവിക്കുന്നത് മെല്ലെ മെല്ലെ അടിച്ചമർത്തിയ കോപം പൊട്ടിച്ചെറിയുക, വല്ലാത്തൊരു കോപത്തിലേക്ക് പോകും. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ശരിക്കും നോറെപ്പിനെഫ്രിൻ എന്ന് പറഞ്ഞ ന്യൂറോ കെമിക്കലിൻ്റെ ഇംബാലൻസ് ആ വ്യക്തിയുടെ തലച്ചോറിൽ, ആ കുട്ടിയുടെ തലച്ചോറിൽ സംഭവിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു തലത്തിൽ സംഭവിക്കുന്ന അമിതമായ കോപം, തീവ്രമായ കോപം, അടുത്ത ഒരു ഘട്ടമെന്ന് പറയുന്നത് ഓർമ്മക്കുറവ്, വല്ലാത്ത എവിടെ വെച്ചതെന്ന് ഓർമ്മയില്ല, കാര്യങ്ങളെക്കുറിച്ചൊരു വ്യക്തതയില്ല, ഓർമ്മയില്ല. പിന്നെ കാര്യങ്ങൾ വ്യക്തമായിട്ട് ബോധ്യപ്പെടുത്താനുള്ളൊരു ശേഷിക്കുറവ്. കാരണം കമ്മ്യൂണിക്കേഷനെ വരെ അത് ബാധിക്കുകയാണ്. സംസാര ശേഷിയല്ല, പക്ഷേ സംസാരിക്കുന്ന ഒരു രീതി, വ്യക്തമായിട്ട് കാര്യങ്ങളെ അവലോകനം ചെയ്ത് ഒരു കാര്യത്തെ ബോധ്യപ്പെടുത്താനുള്ള കഴിവിനെയൊക്കെ അത് ബാധിക്കും. അങ്ങനെ മെല്ലെ മെല്ലെ ആ കുട്ടി ഒരു ലോകത്തിൻ്റെ ഒരു കോണിലേക്ക് അങ്ങ് മാറ്റപ്പെടുകയാണ് ചെയ്യുക. വേറെ ചിലരിൽ അവർ പ്രായപൂർത്തിയായതിനു ശേഷം, മുതിർന്നതിന് ശേഷം ലോകത്തോട് മുഴുവൻ പക, വൈരാഗ്യം, അവർ ശരിയല്ല, ഇവർ ശരിയല്ല, ലോകം ഒട്ടും ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ കഠിനമായ വിമർശനങ്ങളിലേക്കൊക്കെ ആൾക്കാർ പോകാറുണ്ട്. നമുക്കറിയാം, അങ്ങനെയുള്ള ഒരുപാട് പേരെ നമ്മൾ ഈ ലോകത്ത് കാണുന്നുണ്ട്. അവരൊക്കെ ഒരു പക്ഷേ, എല്ലാവരും ഒന്നും പറയുന്നില്ല, ഒരു പക്ഷേ അവരൊക്കെ ചെറുപ്പത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ ലൈംഗിക ചൂഷണങ്ങൾക്ക് വിധേയപ്പെട്ടവരാകാനുള്ള നല്ല സാധ്യതയുണ്ട്. കാരണം നമ്മൾ വല്ലാതെ പൊട്ടിത്തെറിക്കുന്നുണ്ടെങ്കിൽ എപ്പോഴോ നമ്മളെ അടിച്ചമർത്തിയിട്ടുള്ള, നമ്മൾ അടിച്ചമർത്തി വെച്ച ഒരു വ്യക്തിത്വമാണ് പിന്നീട് പൊട്ടിത്തെറിക്കുക. എല്ലാം അങ്ങനെയാണല്ലോ. ടെൻഷൻ അല്ലെങ്കിൽ ടെമ്പോ എന്നൊക്കെ പറയുമല്ലോ. നമുക്ക് ഫിസിക്സിനകത്തൊക്കെ വാക്ക് നമ്മൾ ഉപയോഗിക്കും. നമ്മൾ ഒരു സ്പ്രിങ് ആണെങ്കിൽ പോലും നമ്മൾ അടിച്ചമർത്തി വയ്ക്കുമ്പോൾ പിന്നീടത് വല്ലാതെ പ്രകമ്പനം കൊള്ളാനുള്ള സാധ്യതയാണ് ഉണ്ടാവുക എന്ന് പറയുന്ന പോലെ തന്നെയാണ് നമ്മുടെ വ്യക്തിത്വങ്ങളും. അപ്പം അങ്ങനെയുള്ള ചില പ്രത്യേക പെരുമാറ്റ രീതിയിലേക്ക് അവർ മാറ്റപ്പെടാൻ സാധ്യതയുണ്ട്. പിന്നെ അടുത്തൊരു വിഷയം എന്ന് പറഞ്ഞാൽ ഒട്ടും സഹനശക്തി ഇല്ലാത്തൊരു മാറുകയാണ്. സത്യം പറയുകയാണെങ്കിൽ ഒരു സെൻസിറ്റീവായിട്ടുള്ള നേച്ചറിലേക്ക് ഒരു മാറുകയാണ്. കാരണം സഹനം എന്ന് പറയുന്നതിൻ്റെ മാക്സിമത്തിലാണ് ശരിക്കും അവർക്ക് ലൈംഗിക ചൂഷണത്തിന് അവർ വിധേയപ്പെടേണ്ടി വന്നത്. ശരിക്കും അവരെ തെറ്റിദ്ധരിപ്പിച്ചതായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഒരു വിധേയ സ്വഭാവം മറ്റേ വ്യക്തി ചൂഷണം ചെയ്തതായിരിക്കാം. എന്തായാലും സഹനശക്തി ഇവർക്ക് കുറയുകയും വല്ലാത്തൊരു കോപാകുല വ്യക്തിത്വത്തിലേക്ക് പോവുകയും ചെറിയ കാര്യങ്ങളിൽ പോലും ഇവർ ഒട്ടും തന്നെ സഹിഷ്ണുതയില്ലാത്ത കുട്ടികളായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അവർ ചിലപ്പം ക്ലാസ്സിലൊക്കെ അവർ ചിലപ്പോൾ ഒരു പ്രത്യേക കാലത്തിന് ശേഷം മറ്റു കുട്ടികളെ ഉപദ്രവിക്കുന്നവരായിട്ട് മാറിയേക്കാം. അതിനുള്ള സാധ്യത വളരെ ഏറെയാണ്. പിന്നെ വളരെ ചുരുക്കം ചില കുട്ടികൾ ഒരു ലൈംഗിക ആസക്തിയിലേക്ക് അവർ വീണു പോകാറുണ്ട്. കാരണം അവരെ ചൂഷണം ചെയ്ത വ്യക്തി ലൈംഗികമായിട്ട് ഉത്തേജിപ്പിക്കുകയും പാതി വഴിക്ക് അവസാനിപ്പിക്കുകയുമാണ് പോയതെങ്കിൽ അതിൻ്റെ ഒരു പൂർത്തീകരണത്തിന് വേണ്ടി പിന്നീട് ആ കുട്ടി ശ്രമിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അവരുടെ ഒരു ഉപബോധ മനസ്സിൻ്റെ വളർച്ചയുടെ പൂർത്തീകരണത്തിന് ശേഷം, അതൊരു 14-15 വയസ്സിന് ശേഷം ലൈംഗികതയോട് അമിത ആസക്തിയുള്ളൊരു കുട്ടിയായിട്ട് അങ്ങനെയുള്ളൊരു ചിലപ്പോൾ മാറാൻ സാധ്യതയുണ്ട്. കാരണം ചെറുപ്പത്തിലുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ അവർക്ക് ചിലപ്പോൾ ആദ്യ പാഠങ്ങളായിട്ട് മാറിയേക്കാം.
അതൊരു ക്ലൈമാക്സിൽ ചെറുപ്പത്തിൽ എത്തപ്പെട്ടുമില്ല, എന്നാൽ പാതി വഴിയിൽ ഉത്തേജിപ്പിക്കപ്പെടുകയും ചെയ്തു. പാതി വഴിയിൽ അത് അവസാനിപ്പിക്കുകയാണ് അന്ന് സംഭവിച്ചത്. അപ്പം അതിൻ്റെ ഒരു പൂർണ്ണതയ്ക്ക് വേണ്ടി അവർ ശ്രമിക്കുകയും ലൈംഗിക ആസക്തിയിലേക്കൊക്കെ പോവുകയും ഒരു പക്വതയില്ലാത്ത ലൈംഗിക ആസക്തിയിലേക്ക് പോവുകയൊക്കെ ചെയ്യാനുള്ള സാധ്യത വളരെ ഏറെയാണ്. പിന്നെ ഇത്തരം ലൈംഗിക ചൂഷണങ്ങൾക്ക് വിധേയപ്പെടേണ്ടി വന്ന കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഒരു കാര്യത്തിൽ അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ വരും, ഒരു ശ്രദ്ധ അവർക്ക് കിട്ടാതെ വരും. ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യും, പക്ഷേ അടുത്ത കാര്യത്തിലേക്ക് പെട്ടെന്ന് ശ്രദ്ധ മാറിപ്പോവും. അങ്ങനെ ശ്രദ്ധ മാറി പോവുകയും ഒരു കാര്യം ചെയ്താലും പൂർത്തീകരിക്കാത്തൊരവസ്ഥയിലേക്ക് മാറുകയും അവരെ കൊണ്ട് വേണ്ടുവണ്ണം അവരുടെ പഠന പ്രക്രിയ പോലും അവർക്ക് വേണ്ടുവണ്ണം പഠിക്കാൻ പോലും പറ്റാതായി മാറുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ചിലപ്പം അധ്യാപകരൊക്കെ അവർ പഠനത്തിൽ കുറച്ച് പിന്നോക്കമാണല്ലോ, അവർ അത്ര പഠിക്കുന്നില്ലല്ലോ എന്നൊക്കെ ആയിരിക്കും ആദ്യം ചിന്തിക്കുക. പക്ഷേ അതൊരു വിഷയത്തോടുള്ളൊരു പ്രശ്നമൊന്നുമല്ല, അവരുടെ ബുദ്ധിയിലൊന്നും സംഭവിച്ചതൊന്നുമല്ല. അവിടെ ഈ അടിച്ചമർത്തിയ ലൈംഗിക വൈരാഗ്യം, കാരണം അവർക്ക് പ്രതികരിക്കാൻ പറ്റാതെ വന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, അടിച്ചമർത്തിയ ലൈംഗിക വൈരാഗ്യം നോറെപ്പിനെഫ്രിൻ എന്ന ന്യൂറോ കെമിക്കലിൻ്റെ ഒരു ഇംബാലൻസ് അവരുടെ തലച്ചോറിൽ സൃഷ്ടിക്കുകയും അതിൻ്റെ ഒരു തീവ്രത പലപ്പോഴും അവരുടെ ഒരു ഫോക്കസിങ്, ഒരു എന്താ പറയുക, കൃത്യമായിട്ടൊരു ഫോക്കസിങ് അവർക്ക് പറ്റാതെ വരികയാണ് ചെയ്യുക. പഠനത്തിലായാലും ഒരു പ്രത്യേക വിഷയത്തിലാണെങ്കിലും എന്തോ ഒരു ചിലപ്പോൾ ഇടയ്ക്ക് വെച്ച് ചിലപ്പോൾ അങ്ങ് നിർത്തിപ്പോകും, അവർക്കത് പൂർത്തീകരിക്കാൻ പറ്റാതെ വരും. അങ്ങനെയുള്ള കുറേയേറെ പ്രശ്നങ്ങൾ. പിന്നെ നമ്മൾ ഓർക്കാം, ഈ എല്ലാ കുട്ടികൾക്കും അല്ലെങ്കിൽ ഈ ലൈംഗിക ചൂഷണത്തിന് വിധേയപ്പെടുന്ന എല്ലാ കുട്ടികൾക്കും ഇങ്ങനെ സംഭവിക്കണമെന്നില്ല. ലൈംഗികതയുടെ ഒരു റിയാലിറ്റി, അതായത് റിയാലിറ്റി ഓഫ് സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത്, ലൈംഗികതയുടെ യാഥാർത്ഥ്യ ബോധം എന്ന് പറയുന്നത് ആ കുട്ടിയുടെ അച്ഛനുമായിട്ടുള്ള അടുപ്പമാണ്. അപ്പം ഈ ചൂഷണം ചെയ്യപ്പെടുന്ന കുട്ടി ഓൾറെഡി തന്നെ കുട്ടിയുടെ അച്ഛനുമായിട്ട് നല്ല മാനസിക അടുപ്പവും അച്ഛൻ്റെ ശാരീരിക സാന്നിധ്യവും വാത്സല്യവും ഒക്കെ അങ്ങനെയൊക്കെ കിട്ടി വളരുന്നൊരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഈ ലൈംഗിക ചൂഷണം അവനിൽ അല്ലെങ്കിൽ അവളിൽ അത്രത്തോളം വലിയൊരു ആഘാതം ഒന്നും സൃഷ്ടിക്കാറില്ല എന്നുള്ളതാണ് വസ്തുത. അതല്ല, വീട്ടിലൊന്നും അത്ര തന്നെ ശ്രദ്ധിക്കാതെ വളരുന്നൊരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ അച്ഛൻ്റെ ശ്രദ്ധയും അമ്മയുടെ ഒരു ശ്രദ്ധയും ഒന്നും തന്നെ വേണ്ടുവണ്ണം കിട്ടാതെ വളരുന്ന കുട്ടിയിൽ അവരുടെ ഒരു സ്വാധീനത്തിൻ്റെ ഒരു ഇമ്പാക്റ്റ് ആ കുട്ടിയിൽ വളരെ കുറവായിരിക്കും. അങ്ങനെയുള്ള കുട്ടി പെട്ടെന്ന് വിധേയപ്പെട്ടു പോകും. അങ്ങനെയുള്ള കുട്ടികൾക്ക് ഇങ്ങനെയുള്ള ചൂഷണങ്ങൾ സംഭവിക്കുമ്പോൾ അതിൻ്റെ പരിണത ഫലമെന്ന് പറയുന്നത് കുറച്ചുകൂടെ തീവ്രമായിരിക്കും. ഈ പറഞ്ഞ പോലെയുള്ള ചില പ്രശ്നങ്ങൾ, മാനസിക ബുദ്ധിമുട്ടുള്ള മാനസിക പ്രശ്നങ്ങൾ ചിലപ്പോൾ അതൊരു മാനസിക രോഗത്തിലേക്ക് തന്നെ ചിലപ്പോൾ നയിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. കാരണം ലൈംഗികത എന്ന് പറയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അത് ലൈംഗിക ചൂഷണം എന്ന് പറയുന്ന പലപ്പോഴും സംഭവിക്കുന്ന സ്പർശനമാണല്ലോ പ്രധാനമായിട്ടുള്ളത്. അപ്പം സ്പർശനമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള, സ്പർശനമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ലൈംഗിക ഇടപെടലുകൾ ആഴത്തിൽ പതിയപ്പെടുകയും, വളരെ ചെറുപ്രായത്തിലാണെങ്കിൽ ആഴത്തിൽ പതിയപ്പെടുകയും അത് ലൈംഗിക പ്രശ്നങ്ങളിലേക്കും പെരുമാറ്റ പ്രശ്നങ്ങളിലേക്കും ചിലപ്പോൾ മാനസിക രോഗങ്ങളിലേക്ക് വരെ നയിക്കാനുള്ള കാരണമായിട്ട് മാറാറുണ്ട്. ഇത്തരം ജീവിതാനുഭവങ്ങളുടെ നെഗറ്റീവായിട്ടുള്ള സ്വാധീനം ഓർമ്മയല്ല, ആ സെൻസറി എക്സ്പീരിയൻസസിൻ്റെ നെഗറ്റീവ് ഇമ്പാക്റ്റ്, ആ ഇന്ദ്രിയാനുഭവങ്ങളുടെ സ്വാധീനം ഉപബോധ മനസ്സിൽ നിന്ന് ഡീകോഡ് ചെയ്ത് മാറ്റുന്ന ശാസ്ത്രീയ സംവിധാനങ്ങൾ ഇന്നുണ്ട്. അത്തരം സംവിധാനങ്ങളുടെ നമ്മുടെ ജീവിതത്തിലൂടെ നമ്മൾ പോലും അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുള്ള അത്തരം അനുഭവങ്ങളുടെ സ്വാധീനം ഡീകോഡ് ചെയ്ത് മാറ്റുന്നതിലൂടെ വളരെ സന്തോഷകരമായ ജീവിതത്തിലേക്ക് എത്തപ്പെടാനായിട്ട് സാധിക്കുന്നതാണ്. വേറൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.